ദുരൂഹ വെളിപ്പെടുത്തലിൽ കർണാടക ധർമ്മസ്ഥലയിൽ SIT പരിശോധന. ഒന്നാം പോയിന്റിൽ നിന്നും ഒന്നും കണ്ടെത്താനായില്ല എന്നാണ് പോലീസ് പറയുന്നത്. 3 അടി കുഴിച്ചുള്ള പരിശോധനയിൽ മൃതദേഹ അവശിഷ്ടമൊന്നും കണ്ടെത്താനായില്ല. സ്ഥലത്ത് JCB എത്തിച്ചുകൊണ്ടുള്ള പരിശോധന തുടങ്ങിയിട്ടുമുണ്ട്. സരീഷ് PK ആണ് വിവരങ്ങളുമായി ചേരുന്നത്. സരീഷ്, 1998 മുതൽ 2014 വരെയുള്ള കാലയളവാണ് ഇപ്പോൾ വെളിപ്പെടുത്തലിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏതൊക്കെ പോയിന്റുകളിലാണ് പരിശോധന നടന്നത്? ഇപ്പോൾ സമീപകാലത്തായി കുഴിച്ച സ്ഥലങ്ങളിലാണോ അതോ നേരത്തെ കുഴിച്ചിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളിലാണോ ഇപ്പോൾ കുഴിച്ചുള്ള പരിശോധന? മാത്രമല്ല, ഈ ഉറവകളിലെ വെള്ളത്തിന്റെ സാന്നിധ്യമൊന്നും കൂടുതലായും അവിടെ കുഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് നിലവിലെ പരിശോധനകൾ പുരോഗമിക്കുന്നത്? 1 മുതൽ 13 വരെയുള്ള സ്ഥാനങ്ങളിലാണ് മാർക്ക് ചെയ്തത്. അതിൽ 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അത് ഈ നേത്രാവതി സ്നാനഘട്ടത്തിന് തൊട്ട് സമീപത്താണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. കാരണം നേത്രാവതി പുഴ ഇപ്പോഴും ശക്തമായി ഒഴുകുകയാണ്. അതിന് തൊട്ട് സമീപത്ത് കുഴിയെടുക്കുമ്പോൾ, അതായത് 1 എന്ന് മാർക്ക് ചെയ്ത സ്ഥലത്ത് ആദ്യഘട്ടത്തിൽ ഈ ജീവനക്കാരൻ്റെ മൊഴിപ്രകാരം 3 അടി താഴ്ചയിൽ മൃതദേഹം കുഴിച്ചിട്ടു എന്നുള്ളതായിരുന്നു മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 അടി താഴ്ചയിൽ മാനുഷികമായി തന്നെ, അതായത് മനുഷ്യർ തന്നെ കുഴിയെടുക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ 3 അടി താഴ്ചയിലേക്ക് എത്തുമ്പോഴേക്കും സമീപത്തു നിന്നും ഉറവ എത്തുകയും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു. പിന്നീട് തുടർന്ന് കുഴിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അതുകൊണ്ട് തന്നെ ഒന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് ചെറു മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയിലേക്ക് കടക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും മണ്ണുമാന്തി യന്ത്രം ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അതുപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ പോയിന്റിൽ, അതായത് 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന അതേ പോയിന്റിൽ തന്നെയാണ് ഇപ്പോഴും പരിശോധന നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മൾ അനൗദ്യോഗികമായി IG അനുച്ഛേദമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, സംശയം ദൂരീകരിക്കുന്നത് വരെ, അതായത് സാക്ഷി പറയുന്നത് എത്രയാണോ ആ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ കുഴിയെടുത്ത് പരിശോധന നടത്തുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ സാക്ഷി തന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, താൻ 3 അടി താഴ്ചയിലായിരുന്നു കുഴിയെടുത്തത്. പക്ഷേ 2017-18 കാലഘട്ടത്തിൽ ഇവിടെ വലിയ പ്രളയമുണ്ടായിരുന്നു. സമീപത്ത്, അതായത് നേത്രാവതി പുഴ കര കവിഞ്ഞ് സമീപത്തെ റോഡിലേക്ക് പോലും എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതിനടിയിൽ നിന്ന് മണ്ണ് നീങ്ങിയിട്ടുണ്ടാകുകയും ഈ മൃതദേഹം ഉൾപ്പെടെ താഴോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ താഴേക്ക് വീണ്ടും കുഴിയെടുത്ത് പരിശോധന നടത്തണം, അല്ലെങ്കിൽ ആഴത്തിലുള്ള പരിശോധന വേണം എന്നുള്ളതാണ് ജീവനക്കാരൻ്റെ ആവശ്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് 6 അടി താഴ്ചയിലേക്കും ഈ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന നടത്തുകയാണ്. പക്ഷേ അപ്പോഴും വെള്ളക്കെട്ട് തന്നെയാണ് വലിയ വെല്ലുവിളിയായി മാറുന്നത്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഇടവിട്ടുള്ള മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. അതും വലിയ പ്രതിസന്ധിയാണ്. എന്തായാലും 1 മുതൽ 8 വരെ മാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ഫോറൻസിക് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘം SITയും ഉൾപ്പെടെയുള്ളവർ, റവന്യൂ വിഭാഗം, പ്രത്യേകിച്ച് ഇത് ഫോറസ്റ്റിന് കീഴിലുള്ള ഭൂമിയാണ്. അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അവരെല്ലാം തന്നെ ഈ ആദ്യം മാർക്ക് ചെയ്ത സ്ഥലത്താണ് ഉള്ളത്. ഏതെങ്കിലും രീതിയിൽ ഇവിടെ നിന്നും ഒന്നും കണ്ടെത്താൻ, ആദ്യ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ സാധിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കുഴിക്കുന്നതിനനുസരിച്ച് വെള്ളം വരുന്ന സാഹചര്യമാണെങ്കിൽ മറ്റ് സ്ഥലത്തേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. കാരണം സംസ്ഥാന പാതയ്ക്ക് സമീപത്ത് ചില സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടത്തേക്ക് പോവുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്യാം എന്നൊരു തീരുമാനമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. അതിലേക്ക് നീങ്ങാനാണ് സാധ്യത. പക്ഷേ ഇന്ന് ആ സ്ഥലങ്ങളിലേക്ക് പരിശോധന നടത്താനുള്ള സാധ്യത കുറവാണ്. ആദ്യം മാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ സരീഷ്, ശരി. അപ്പോൾ ധർമ്മസ്ഥലയിൽ SIT സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. സരീഷ് PK ആണ് വിവരങ്ങൾ നൽകിയത്.